BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ മിഡ് വീക്ക് എവിഷനിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. കോയിൻ വേട്ട എന്ന ടാസ്ക്കാണ് കഴിഞ്ഞത്. ഇതിൽ മിഡ് വീക്ക് എവിഷനിലുള്ളവരായിരുന്നില്ല, അവരുടെ പാർട്ട്നേഴ്സ് ആയിരുന്നു പെർഫോം ചെയ്തിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഏറ്റവും കൂടുതൽ കോയിനുകൾ കളക്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഈ ടാസ്കിൽ വിജയി. അങ്ങനെ റെന ഫാത്തിമയ്ക്ക് വേണ്ടി കളക്ട് ചെയ്തത് 15 കോയിനുകളും, ഷാരികയ്ക്ക് വേണ്ടി കളക്ട് ചെയ്തത് 9 കോയിനുകളും, ഒനീലിന് വേണ്ടി 12ഉം, അനീഷിന് വേണ്ടി 3 കോയിനുകളും, സരികയ്ക്ക് വേണ്ടി 14 കോയിനുകളും, രേണുസുതിക്ക് വേണ്ടി 13 കോയിനുകളുമാണ് അവരുടെ പാർട്ട്നേഴ്സ് കളക്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ച റെന ഫാത്തിമയ്ക്ക് ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ ലഭിച്ചത് 6 പോയിന്റുകളാണ്. സരികയ്ക്ക് 5 പോയിന്റും, 3-ാം സ്ഥാനം ലഭിച്ചത് രേണുസുതിക്കാണ്, 4 പോയിന്റാണ് ലഭിച്ചത്. ഒനീലിന് 3 പോയിന്റും, ഷാരികയ്ക്ക് 2 പോയിന്റും, അനീഷിന് 1 പോയിന്റുമാണ് ലഭിച്ചത്. ഇവരുടെയും ഇവരുടെ സഹായികളുടെയും ടാസ്കുകളിലുള്ള പ്രകടനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഇതിൽ നിന്നും 2 പേര് സസ്പെൻഡ് ആവുന്നത്. ഇന്നത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അനീഷിനും ഷാരികയ്ക്കുമാണ് പോയിന്റുകൾ കുറവ്. എന്നാൽ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിലാണ് മിഡ് വീക്ക് സസ്പെൻഷൻ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ടാസ്കുകൾ ഇവർക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നില ഇതുപോലെ തന്നെ തുടരാനും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി 6-ാം സ്ഥാനത്തെത്താനും 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി 1-ാം സ്ഥാനത്തെത്താനും സാധ്യതകളുണ്ട്.